മതസൗഹാർദ്ദത്തിനെ തകർക്കാൻ കുറേ ആൾക്കാർ ശ്രമിക്കുന്നുണ്ട്. ഞാൻ ചിറ്റൂർ കോടതിയിൽ പ്രോസിക്യൂട്ടറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ വർഷങ്ങൾക്ക് മുമ്പാണ് അവിടെ ഈ പൊള്ളാച്ചി ഭാഗത്ത് ബോർഡർ ഭാഗത്ത് കോഴിപ്പോര് നടക്കും. കോഴിയുടെ കാലിൽ നല്ലോണം കോഴി വെച്ച് കോഴിയുടെ കാലിൽ ഒരു ബ്ലേഡ് കെട്ടിവെച്ച് കോഴിക്കൊക്കെ പല മയക്കുമരുന്നൊക്കെ കൊടുക്കേണ്ടതാണ് കേട്ട് അങ്ങനെ കേട്ട് ഈ കോഴീനെ വെക്കും. അപ്പോൾ ഈ കോഴീനെ പോലീസ് പിടിച്ചുകൊണ്ട് വരും, ലക്ഷക്കണക്കിന് ഉറുപ്പിയും ഗെയിമിംഗ് ആയിട്ടുള്ള പിടിച്ചുകൊണ്ട് വരും ഒക്കെ ചെയ്യും. ഈ കോഴി അവർ കൊണ്ടുവരണമല്ലോ, അവിടുന്ന് പിടിച്ചതാണ്. അപ്പോൾ പിടിച്ച കോഴികളെ അവർക്ക് ഇടാക്കാനായിരിക്കും അവരെന്ത് ചെയ്യും, പോലീസുകാർ ഇവിടെ നിന്ന് വലിയൊരു കൂട് വാങ്ങും. ഈ കൂട്ടിൽ 5 or 6 കോഴികൾ, ഓരോ കോഴിക്ക് ഇത്ര വലിപ്പമുള്ള വലിയ കോഴികൾ 5 or 6. അപ്പം ഞാൻ പോലീസുകാരോട് സ്ഥിരമായി ചോദിക്കും, നിങ്ങൾ ഈ കോഴി എങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അവർ പരസ്പരം പല കോഴിയുടെയും കാലിൽ ബ്ലേഡ് ഉണ്ടാവും. ഇത് കണ്ടിട്ട് നേരിട്ട് കണ്ട പരസ്പരം അവർ വെട്ടിത്തീരില്ലേ, ഇങ്ങനെ ഇതിനെ കൊണ്ടുവരും. സാറേ അതിൻ്റെ ഉള്ളിൽ കയറി കൂട്ടിൽ കയറി ഇവരൊക്കെ സൈലൻ്റ് ആണ്, ഒന്നും പറയില്ല. ഇവരെ പുറത്തിറക്കിയിട്ട് മറ്റുള്ളവർ മൂച്ച് കയറ്റുമ്പോഴാണ് ഇവർ തമ്മിൽ ഫൈറ്റ് ചെയ്യണത്. കൊത്തറ എന്നൊക്കെ പറഞ്ഞ് അവർക്ക് കൊടുത്ത് അവരെ ഇതാക്കി വിട്ട് അതിനെ രണ്ടിൻ്റെയും മുഖത്തോട് ആകർഷിപ്പിച്ച് അങ്ങനെ ഫൈറ്റ് ഉണ്ടാക്കിയിടുന്നത്. സത്യം പറഞ്ഞാൽ കേരളത്തിലും അതല്ലേ നടക്കുന്നത്. കേരളത്തിൽ നടക്കുന്നത് അതല്ലേ. മറ്റുള്ള പല ആൾക്കാരെ മൂച്ച് കയറ്റി വിടുകയാണ്. ചെയ്യേ നീ അവരെ ഇതാക്കുന്നു. പല ആൾക്കാരും ചില ആൾക്കാരുടെയൊക്കെ പ്രസ്താവന കണ്ട അവരെ വീട്ടിൽ കയറി തല്ലാൻ തോന്നുന്നു. അത്രയ്ക്ക് പോലെയാണ് ചെയ്യുന്നത്. എങ്ങനെ മനസ്സിൽ വിദ്വേഷം ഇഞ്ചക്ട് ചെയ്യണം എന്നുള്ളതിലാണ് ഓരോരുത്തരും ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുക.